ഹലോ സ്റ്റുഡൻസ്, ഇത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ക്യൂബ്, ആ ക്യൂബിന്റെ മുകളിൽ സെൻട്രലി ഒരു സ്ഫിയർ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അതായത് ഒരു ക്യൂബും ആ ക്യൂബിന്റെ മുകളിൽ ഒരു സ്ഫിയറും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ക്യൂബിന്റെ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന്റെ നടുക്കായിട്ട് സ്ഫിയറിനെ ഒരു സർക്കിൾ ഷേപ്പിൽ കാണാൻ പറ്റും. ക്യൂബിന്റെ ഡയമെൻഷൻ 50 mm ആണ്. ഈ സർക്കിൾ ഷേപ്പിന്റെ ഡയമെൻഷൻ 30 mm ആണ്. അതായത് ഡയമീറ്റർ എന്ന് പറയുന്നത് 30 mm ആണ്. സോ ഞാൻ മെഷർ ചെയ്ത് കാണിക്കാം. 30 mm നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കേണ്ടി വരും. അപ്പൊ ഇത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സർക്കിൾ വരയ്ക്കാനായിട്ട് ഇതിന്റെ സെന്റർ കിട്ടണം. സോ സെന്റർ കിട്ടാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കാം. അതേപോലെ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കാം. ഈ രണ്ട് ഡയഗണലും ഈ സെന്ററിൽ കൂട്ടിമുട്ടും. അത് സെന്ററാക്കി എടുത്തുകൊണ്ട് 30 mm ഡയമീറ്റർ അല്ലെങ്കിൽ 15 mm റേഡിയസ് വരുന്ന ഈ സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ ഒരു പാടില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ലൈൻസ് നേരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ മുകളിലേക്ക്. അതേപോലെ ഈ സ്ഫിയറിന്റെ അറ്റത്തു നിന്നും ലൈൻസ് നേരെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കണ്ടോ. അതേപോലെ ഇവിടെ നിന്നും നേരെ ലൈൻസ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിന്റെ നടുക്കായിട്ട് നിങ്ങൾ ഈ പോയിന്റ് കിട്ടും. അവിടെ നിന്ന് നേരെ 15 mm മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇതും വരയ്ക്കാം. ഫ്രണ്ട് വ്യൂവും വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് അല്ലെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് വേറെ രീതിയിൽ വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സർക്കിൾ അല്ലേ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത്. ഈ സർക്കിൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ സെന്റർ മാർക്ക് ചെയ്യുക. സെന്റർ മാർക്ക് ചെയ്തിട്ട് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 mm ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് 15 mm ആയിരിക്കും. സോ 15 mm ഹൈറ്റ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇത് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ 30 mm ഒരു സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 15 mm ആണ് റേഡിയസ്. ഈ 15 mm വെച്ച് ഒരു സർക്കിൾ വരച്ചാൽ നിങ്ങൾക്ക് 30 mm ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ കിട്ടും. ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കാം. 30 ഡിഗ്രി ലൈൻസ് വരച്ചു. അതിനുശേഷം ഈ താഴത്തെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ രണ്ട് കോമ്പണന്റ് ഉണ്ട്. ഒന്ന് ഒരു ക്യൂബ് താഴെയുണ്ട്, പിന്നെ അതിന്റെ മുകളിൽ ഒരു സ്ഫിയർ ഉണ്ട്. അപ്പൊ ആദ്യം ക്യൂബിന്റെ ഐസോമെട്രിക് വ്യൂ കൺസ്ട്രക്ട് ചെയ്യണം. അതിനുശേഷം അതിന്റെ മുകളിലുള്ള സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻസ് എടുത്ത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ 50 mm ക്യൂബ് ആണെങ്കിൽ അതിന് 50 mm ആയിട്ട് എടുത്ത് തന്നെ വരയ്ക്കണം. ഓക്കെ, പക്ഷേ ഈ സ്ഫിയറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് പറയാം. ബട്ട് എനിവേ നമുക്ക് ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങാം. B1 ആണ് ഞാൻ ഈ പോയിന്റ് മാർക്ക് ചെയ്തേക്കണം. അപ്പൊ ഇവിടെ ഒരു A1 വരും, അതേപോലെ ഇവിടെ ഒരു C1 വരും. താഴത്തെ പോയിന്റ് ആണ് A1 B1 C1 D1 എന്ന് പറയുന്നത്. സോ ഞാൻ 50 mm ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു, 50 mm റൈറ്റിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ നെക്സ്റ്റ് 4 സൈഡ്സ്, രണ്ട് സൈഡ്സും കൂടെ വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ആ താഴത്തെ ബേസ് കംപ്ലീറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ A1 B1 C1 D1 ക്യൂബിന്റെ താഴത്തെ ബേസ് നമ്മൾ വരച്ചു. ഇനി നേരെ അതിന് ഹൈറ്റ് നമുക്ക് കൊടുക്കാം. A1 ൽ നിന്ന് 50 mm ഹൈറ്റ് കൊടുക്കുക, B1 ൽ നിന്നും 50, C1 ൽ നിന്നും 50, D1 ൽ നിന്നും 50. സോ അങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യൂബ് കിട്ടും. എന്നിട്ട് ആ ക്യൂബിന്റെ പേര് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, 50 mm ആണ് അതിന്റെ സൈഡ്. ഇതാണ് ആദ്യം ഐസോമെട്രിക് വ്യൂവിൽ വരച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇതിന്റെ മുകളിലുള്ള സ്ഫിയർ വരയ്ക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിലത്തെ ഫേസിന്റെ മുകളിലാണ് സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരച്ചു. ഓൾറെഡി ബിയിൽ നിന്ന് ഡിയിലേക്ക് ലൈൻ ഉണ്ട്. സോ ഇതിന്റെ സെന്റർ ഇതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ഫിയർ വരയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയാണോ ഇതിന്റെ റേഡിയസ്, ഈ റേഡിയസ് 15 mm ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ സെൻട്രൽ നിന്ന് 15 mm നേരെ വെർട്ടിക്കൽ ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, 15 mm മാർക്ക് ചെയ്യുക. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, 15 mm ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 15 mm എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് വരാൻ പോകുന്നത്. ഇപ്പോൾ സെന്റർ പോയിന്റ് ഞാൻ O എന്ന് പേര് കൊടുത്തു വിചാരിക്കാം. ഈ സെന്റർ പോയിന്റ് പേര് O ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 15 mm ഹൈറ്റിന്റെ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ 15 mm ഹൈറ്റ് ഇവിടെയാണ് നിങ്ങളുടെ O എന്ന് പറയുന്ന പോയിന്റ് വരാൻ പോകുന്നത്. ഓക്കെ, സോ O മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ റേഡിയസ് 15 mm ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ 15 mm 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 18.3 ആണ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഐസോമെട്രിക് വ്യൂ നിങ്ങൾക്ക് സ്ഫിയറിന്റെ വരയ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറിജിനൽ റേഡിയസ് എടുത്ത് മാർക്ക് ചെയ്യുക സെന്റർ. എന്നിട്ട് 1.22 റേഡിയസ്, അതായത് 15 into 1.22 ചെയ്താൽ 18.3 കിട്ടും. ആ 18.3യുടെ സർക്കിൾ വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. അതായത് സർക്കിൾ വരയ്ക്കുമ്പോൾ 15 mm സർക്കിൾ വരയ്ക്കരുത്. 18.3 mm, അതായത് 15 into 1.22 ചെയ്താൽ കിട്ടുന്ന ഉത്തരം അത് വെച്ച് വേണം നിങ്ങൾ സർക്കിൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സർക്കിൾ കണ്ടോ, ഈ 15 mm മാർക്ക് ചെയ്തതിന്റെ താഴേക്ക് ഇറങ്ങി വരും. അതിന്റെ താഴത്തെ ബേസ് പോർഷൻ കണ്ടോ, ഇവിടെ നിന്ന് ഇതാണ് നിങ്ങളുടെ 15 mm. ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്താണ് നിങ്ങളുടെ 15 mm. അതിന് താഴേക്ക് നിങ്ങളുടെ സർക്കിളിന്റെ ആ വട്ടം താഴേക്ക് ഇറങ്ങി വരണം. ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബോൾഡ് ആക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ബോൾഡ് ആക്കേണ്ടത്. ഓക്കെ, ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തൊക്കെ നിങ്ങൾ ബോൾഡ് ആക്കണം. പിന്നെ നമ്മുടെ ഈ സർക്കിൾ ഇത് ബോൾഡ് ആക്കണം, സ്ഫിയർ ബോൾഡ് ആക്കണം കേട്ടോ. ഇത്രയും ബോൾഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത്.